ഗേൾസ് ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഗേൾസ് പോലീസ് വന്നോണ്ടിരിക്കുക. സരോജയെ പറ്റി ചോദിച്ചാ ആരും ഒന്നും പറയണ്ട. ഓക്കേ? ആവൂ നല്ല കുട്ടികള്. നിങ്ങളിൽ സരോജ ആരാണ്? ഇത്രയും സരോജമാരും നിങ്ങളിൽ യഥാർത്ഥ സരോജ ആരാണെന്ന് ഇവിടെ വെച്ച് പറയുന്നു അതോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ? അവള് സരോജയല്ലേ, അവള് തന്നെ പറയട്ടെ. എടാ അങ്ങനെ നോക്കാതടാ, പിന്നെ നിന്റെയും കട്ടി ചെയ്യും. നീയാണോ സരോജ? അതെ. അതെവിടെ ഉണ്ട്? എന്ത് സർ? അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തിലെ ആമ്പിളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓർഗണ്. എന്ത് കണ്ണ സാധനം. ഓ, ഫോറിനിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഇവരെങ്ങനെയാ മനസ്സിലാക്കിയേ? ഇവളെന്താ അത്രയ്ക്ക് അങ്ങ് ആലോചിക്കുന്നേ? എന്റെ ഊഹം ഇനി ആ ഷീലയെങ്ങാൻ വല്ലതും പറഞ്ഞു കാണുമോ? പറയടി സർ. അത് സർ ഒന്നേ ഉള്ളൂ. എന്ത് ഒന്നേ ഉള്ളൂ എന്നാ? അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി? സാറേ എന്താണിത്? നിങ്ങളുടെ നാട്ടില് ഇങ്ങനത്തെ പെൺകുട്ടികളും ഉണ്ടാ? മിണ്ടാതില്ലടാ. കൈയും കാലും മുറിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്, ഇനി ഇതും കൂടെ കാണണോ? ശരി വാ. പെട്ടിയിലാണ് വെച്ചിരിക്കണത്. അയ്യോ, ഒന്ന് വേഗം ആട്ട് വെച്ചേ. ഫോറിനായിട്ടുവാ? അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടില്ല അല്ലേ? സരോജയുടെ കേസിൽ പുതിയൊരു വഴിത്തിരിവ് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തന്റെ സോഷ്യൽ മീഡിയ വഴി തന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ്. സരോജ വരുമോ? കൊടുക്കേണ്ട സാധനം കൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. സർ ഒരു 5 മിനിറ്റ്. രാഹുലിന്റെ അമ്മ വന്നിട്ടുണ്ട്. മാം സരോജ ലൈവിൽ വരാൻ ഇനി 1 മണിക്കൂർ എടുക്കും. അതിന്റെ ആയുസ് ഇനി 1 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഇനി എന്താ ചെയ്യാ? എനിക്ക് ആകെ ടെൻഷനാണ്. ഇപ്പൊ ആലോചിക്കാനുള്ള സമയമില്ല. ദയവ് തന്നെ വിട്ടേക്ക്. മാം ഒരു ഐഡിയ ഉണ്ട്. കാശ് കൊടുക്കാന്ന് പറ. അവൾ എവിടെയുണ്ടെങ്കിലും തിരിച്ചു വന്നോളും. എന്ത്? നമ്മുടെ സാധനത്തിന് നമ്മള് കാശ് കൊടുക്കണമെന്നോ? നല്ല കാര്യമായി. ഗിരിയപ്പ, ഇതൊന്നും ശരിയാവില്ല. വാ പോവാ. നിന്നെ എന്തായാലും കൊടുക്കാം. എത്രയാ മാം ഓഫർ ചെയ്യുന്നേ? അത് ഒരു 10. വെറും 10? അല്ല, വേണമെങ്കിൽ ഒരു 20. എങ്കിൽ പകുതി കിട്ടും. എന്താ പറഞ്ഞേ? അതല്ല മാഡം, ഇത് നിങ്ങളുടെ കുടുംബത്തിന് അഭിമാന പ്രശ്നമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആയിക്കോട്ടെ. അല്ല, ഒരു 5-10 കൂടെ. 50 കറക്റ്റ് ആണ് പറഞ്ഞത്. 50 കൊടുത്താൽ തീർച്ചയായും തിരിച്ചു വരും. ഗിരിയപ്പ, രാഹുലിന്റെ കുടുംബം അവന്റെ സംഗതി തിരിച്ചു കൊടുത്താൽ 50 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സാറേ, രാഹുലും അവന്റെ കുടുംബവും 1 കോടി രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫ്ലാഷ് ന്യൂസ് ആക്കാം സാറേ. 2 കോടി. ഇപ്പോൾ രാഹുലിന്റെ കുടുംബം സംഗതി തിരികെ നൽകാൻ 3 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 3 കോടിയോ? ഓക്കെ, 5 കോടി തന്നുകൊള്ളാമെന്ന് രാഹുലിന്റെ കുടുംബം ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സരോജ, ആ സാധനം എത്രയും സാധനത്തിന് 5 കോടിയോ? ഒരിക്കലും സാധ്യമല്ല. 5 കോടിയാ? ഇത്രയും കോസ്റ്റ്ലിയാണ് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? രാഹുൽ, സാൻവി വന്നിട്ടുണ്ട്. നിന്റെ ഫിയാൻസി. ഞാനിവിടെ ഇല്ലെന്ന് നീ പറയടാ. ഞാനെന്താ ചെയ്യാ? എന്തുവാണ് ഇത്? പ്ലീസ് ഒന്ന് പറഞ്ഞു വിടടാ. എനിക്ക് വേണ്ട. ദയവ് ഇതൊന്ന് പറഞ്ഞു വിട. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. സാൻവി മോളെ, അവൻ പെട്ടെന്ന് തോന്നേ. വാ, ഇരിക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ജസ്റ്റ് വർക്ക് ടെൻഷൻ, അതുകൊണ്ട് അഡ്മിറ്റ് ആയതാ. റിലാക്സ് എടുക്കാൻ വേണ്ടി. അറിയാം രാഹുൽ, ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ പറയാനുള്ള ധൈര്യം ഇല്ല. ഐ എം സോറി. ഗെറ്റ് വെൽ സൂൺ. എനിക്കറിയില്ല. ഒന്നുമില്ല. അതെ ഒന്നുമില്ലെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്.